ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാബ് കലാഭവൻ. പല്ലടം കേരള സമാജം ഓണോത്സവം 2025 ഓണം ആഘോഷത്തോടനുബന്ധിച്ച് UK ഷോ ഉദയേഷ് കലാഭവൻ അണിയിച്ചൊരുക്കുന്ന ഈ മെഗാ ഷോയിൽ ഞാനും വരുന്നുണ്ട്. പാട്ടും ഫിഗർ ഷോയുമായി നിങ്ങളും ഉണ്ടാവണം. നമുക്ക് അവിടെ വെച്ച് കാണാം, അടിച്ച് പൊളിക്കാം. ഹലോ, അപ്പോൾ ഞങ്ങൾ പല്ലടം കേരള സമാജം ഓണം പരിപാടിക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏട്ടനും ഉണ്ണിയും തിരുപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഓണം സെലിബ്രേഷൻസാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഓണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാരണം ഹോസ്പിറ്റലൈസ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓണം ആഘോഷിക്കാതുള്ള വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം നമുക്ക് ഇതിൽ തീർക്കാം. അപ്പോൾ ഓണം അടിച്ചു വിളിക്കല്ലേ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും അത്തപ്പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വസു ദച്ചുവും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഗെയിം ഇതായിരുന്നു ഗെയ്സ്. അപ്പോൾ വസുക്കുട്ടി ചെയ്തപ്പോൾ ഞാൻ എന്താ വസ് ഈസിയായി ചെയ്തുവിടുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. ഗെയ്സ് ഭയങ്കര പാടാണ് കേട്ടോ. ക്ലാസ്സിൽ പരിപാടി വയ്ക്കണേൽ എനിക്കും വസുവിനും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കില്ല എനിക്ക് കിട്ടി, വസുക്കുട്ടിക്കും കുപ്പിയിൽ വെള്ളം നിറയ്ക്കില്ല ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് അപ്പോൾ ഇതൊരു പുതിയ ഗെയിമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഗെയിം മ്യൂസിക് വാട്ടർ ബോട്ടിൽ. മ്യൂസിക് വെക്കുന്ന സമയത്ത് നമ്മൾ ചുറ്റും ഇരുന്ന് നടക്കും. മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ബോട്ടിലോ പിടിക്കുന്നു. ആരുടെ കയ്യിലാണോ വാട്ടർ ബോട്ടിൽ ഇല്ലാത്ത അവരൗട്ട്. അതാണ് പുതിയ ഗെയിം കേട്ടോ. പിന്നെ നമ്മുടെ ദച്ചുക്കുറവും പങ്കെടുത്ത ഒരു ഗെയിമായിരുന്നു ഈ ഒരു ഗെയിം കേട്ടോ. ബാക്കി രണ്ട് ഗെയിമും ദച്ചുസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും വസുക്കുട്ടിയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദച്ചുവിന് ഈ ഗെയിമാണ് ദച്ചു പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നിധിക്കുട്ടി ഇതാ ചേട്ടനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വസുവും പ്രോത്സാഹിപ്പിച്ചാണ്. ഫൈനലിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ദച്ചുക്കുറും കേട്ടോ. ദച്ചുസ് ഇതാ വന്ന് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഗേൾസിൻ്റെ മ്യൂസിക് വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണസദ്യ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തിരുപ്പൂർ ഓണം ആഘോഷിക്കാൻ വന്നേക്കുവാണ്. എല്ലാ വിഭവസമൃദ്ധമായ ഭക്ഷണവും. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഓണസദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ഓണസദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ വളരെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് കേട്ടോ. നമ്മുടെ വാസുക്കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിത് ഓണസദ്യ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. വാസുക്കുട്ടിക്കും ദച്ചൂസിനൊക്കെ ഗെയിമൊക്കെ മിസ് ചെയ്ത് ഓണപരിപാടിൻ്റെ സങ്കടമാണ്. അതൊക്കെ തീർന്ന് കിട്ടി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പണ്ണി ഇലയിൽ നിന്ന് രാജേട്ടൻ്റെ വഴിയിൽ ഇരുന്നിട്ട് ഇലയിൽ നിന്ന് ഇരുന്നിട്ടൊക്കെയാണ് ഇന്നാൾ കഴിക്കുന്നത്. വാരി കൊടുത്തപ്പോഴൊന്നും ആൾ കഴിക്കുന്നുണ്ട്. സദ്യയൊക്കെ കഴിച്ച് വന്നപ്പോൾ പിന്നെ ഇവിടെ ഓട്ടം തുടങ്ങി. പിന്നെ എല്ലാ ഏട്ടന്മാരും ചേച്ചിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് നടക്കലാണ്. ആൾക്ക് അങ്ങനെ ഭാഷയൊന്നും ഒരു വിഷയമല്ല ഗൈസ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഒരു മിനിറ്റ് നിൽക്കാതെ ഓട്ടും ചാട്ടമൊക്കെയാണ്. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ മെഗാ ഷോ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടിപൊളി പരിപാടിയാണ് ഗൈസ്. കലാഭവൻ ഷാനവാസിൻ്റെ അടിപൊളി മെഗാ ഷോ. അത് കഴിഞ്ഞ് അവിടെ മലയാള സമാജത്തിൽ ഫാമിലിയിൽ മക്കളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അമ്മമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും കലയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ ഗെയിമിൽ വിൻ ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും 3 ആൾക്ക് 3 ട്രോഫി കിട്ടി. വസുക്കുട്ടിക്ക് എനിക്കും ദച്ചുവിനും. എന്തായാലും വസുക്കുട്ടിയും ദച്ചൂസും വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളിതാ സ്വിമ്മിംഗ് പൂളിൽ വന്ന് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് ഇന്ന് ഇവിടെയാണ് സ്റ്റേ. നാളെ രാജേട്ടന് പോവാണ്, ലീവ് കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കോയമ്പത്തൂരിന് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ട് രാജേട്ടനെ കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത്.
അപ്പോൾ എന്തായാലും നമ്മളുടെ ഓണാഘോഷ പരിപാടി അടിപൊളിയായിരുന്നു. കാരണം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പോകണമെന്നും പ്രതീക്ഷ കാര്യമല്ല. പെട്ടെന്ന് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു പരിപാടി ഉണ്ട് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് വന്നതാണ് കേട്ടോ. മുൻ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്ന് തിരുപ്പൂരാണ് സ്റ്റേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഗൈസ്. ചൂട് വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. സമയം രാത്രി കിട്ടും 1 മിനിറ്റ് 10:30. അതാ കുട്ടി ഉറങ്ങിയിട്ടില്ല, രാത്രി 10:30 നല്ല എന്തായാലും കുറുമ്പന്മാർ ഇനി വെള്ളത്തിൽ കിടന്ന് കളിക്കട്ടെ. അപ്പോൾ അതിന്ന് 12 മണി വരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.